السلام عليكم ورحمة الله. بسم الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഏറ്റവും പ്രകടമാക്കി ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ് ഹിജ്റ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സംഭവം. മക്കയിലേക്ക് മദീനയിൽ നിന്ന് ചിലർ വന്ന് അൽ അഖബ സാനിയ, രണ്ടാമത്തെ ബൈഅത്തുൽ അഖബ സംഭവിച്ചു. അൻസാരികൾ 70ഓളം ആളുകൾ മക്കയിലേക്ക് വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാർ ചെയ്തു, മദീനയിലേക്ക് വന്നാൽ ഞങ്ങളവിടെ സംരക്ഷണമേകുന്നതാണ്. ആ കരാർ സംഭവിച്ച് 2 മാസമോ മറ്റോ ആകുന്ന സമയം അതായപ്പോൾ തന്നെ മക്കയിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും മദീനയിലേക്ക് പലായനം ചെയ്തു. പിന്നീട് മക്കയിൽ ബാക്കിയുണ്ടായിരുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുണ്ട്, അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, അലി ഇബ്നു അബി താലിബ് ഉണ്ട്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചിലർ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഒരു ആട്ടിടയനെ പോലെയാണ് മക്കയിൽ നിലകൊണ്ടത്. അവിടുന്ന് അവരെല്ലാം സുരക്ഷിതമായി പോകുന്നത് വരെ കാത്തുനിന്നു. അവിടുന്ന് ആദ്യം പോയില്ല, മറിച്ച് അവിടുന്ന് പിറകിൽ എല്ലാവരും മദീനയിലേക്ക് എത്തുന്നത് വരെ കാത്തുനിന്നു, അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കുന്നത് വരെ കാത്തുനിന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹിജ്റക്ക് പോകാൻ അനുമതി ചോദിച്ചുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ അവിടുന്ന് അബൂബക്കറിനോട് പറഞ്ഞു, ലാ തഅജൽ, അബൂബക്കർ ധൃതി കൂട്ടാതിരിക്കുക, ലഅല്ലല്ലാഹ് യജ്അലു ലക സാഹിബൻ, അള്ളാഹു ചിലപ്പോൾ താങ്കൾക്ക് ഹിജ്റയിൽ ഒരു സഹചാരിയെ നിശ്ചയിച്ച് നൽകിയേക്കാം. ഒറ്റക്ക് പോകണ്ട, കൂടെ പോകാൻ ഒരാളെ കൂടി അള്ളാഹു നിശ്ചയിച്ച് തന്നേക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റ പോകണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അദ്ദേഹം തൻ്റെ 2 ഒട്ടകങ്ങളെ ഭക്ഷണം നൽകി ഒരുക്കിക്കൊണ്ടിരുന്നു യാത്രക്ക് വേണ്ടി. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, അങ്ങനെ ഇരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് കാത്തിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം 2 ഒട്ടകങ്ങളെ തയ്യാറാക്കിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. ഒരു ദിവസമുണ്ട്, നട്ടുച്ച സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീട്ടിലേക്ക് കയറി വരുന്നു. ആ സമയത്ത് അവിടുന്ന് വരാറുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ ജാഅ ബിഹി ഫി ഹാദിഹി സ്സാഅതി ഇല്ലാ അംറു, ഈ സമയത്ത് അവിടുന്ന് വരണമെങ്കിൽ എന്തോ ഒരു ഗൗരവപ്പെട്ട കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറിയ ഉടനെ അബൂബക്കറിനോട് പറഞ്ഞു, അഖ്രിജ് മൻ ഇൻദക്, വീട്ടിലുള്ളവരോട് പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം പറഞ്ഞു, ഇന്നമാ ഹും അഹ്ലുക ബിഅബി അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇവിടെയുള്ളവർക്ക് അങ്ങയുടെ വീട്ടുകാർ മാത്രമാണ്. ബിഅബി അൻത യാ റസൂലല്ലാഹ്, എൻ്റെ പിതാവ് അങ്ങേക്ക് വലിയായിരിക്കട്ടെ നബിയെ. ധാരാളം തവണ അബൂബക്കർ സിദ്ദീഖ് തൻ്റെ പിതാവിനെയും മാതാവിനെയും അള്ളാഹുവിൻ്റെ റസൂൽ ഫിദാ ആണെന്ന് പറയാറുണ്ടായിരുന്നു. അറബിയുടെ പ്രയോഗങ്ങളിൽപ്പെട്ടതാണത്. മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം എൻ്റെ വാപ്പയും ഉമ്മയും ബലി കഴിച്ചുകൊണ്ടാണെങ്കിലും ഞാൻ താങ്കൾക്ക് വേണ്ടി നിലകൊള്ളുമെന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞ ആ വാക്ക് മനോഹരമായ വാക്കാണ്. അത് വെറുതെ ഒരു വാക്ക് മാത്രമായിരുന്നില്ല, ആ വാക്ക് പിന്നീട് ഹിജ്റയിൽ പ്രാവർത്തികമായി പുലരുകയും ചെയ്തു. ഇന്നമാ ഹും അഹ്ലുക, നബിയെ, ഈ വീട്ടിലുള്ളവരെല്ലാം അങ്ങയുടെ വീട്ടുകാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഖദ് ഉദിന ലഹു ബിൽ ഖുറൂജ്, അല്ലാഹു എനിക്ക് ഹിജ്റക്ക് അനുമതി നൽകിയിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, സഹാബ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഒപ്പം വരാൻ എനിക്ക് അനുമതിയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അനുമതിയുണ്ട്. ഇബ്നു ഇസ്ഹാഖിന്റെ സീറയിൽ കാണാം, ഹദീസ് ബുഖാരിയിലുള്ളതാണ്. ഇബ്നു ഇസ്ഹാഖിന്റെ സീറയിൽ വന്ന റിവായത്തിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഫറഅയ്തു അബൂബക്കർ യബ്കി, അബൂബക്കർ കരയുന്നത് ഞാൻ കണ്ടു.
വമാ കുന്തു അഹ്സബു അന്ന അഹദൻ യബ്കി മിനൽ ഫറഹ്, സന്തോഷം കാരണത്താൽ ഒരാൾ കരയുമെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. ഹത്താ റഅയ്തു അബാ ബക്കർ യൗമഇദ് യബ്കി മിനൽ ഫറഹ്, അബൂബക്കർ അന്ന് സന്തോഷം കൊണ്ട് കരയുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആയിഷ ബീവി ചെറിയ കുട്ടിയാണ്. അബൂബക്കർ അന്ന് കരയുന്നത് കണ്ടപ്പോഴാണ് സന്തോഷം കാരണത്താലും മനുഷ്യർ കരയാറുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖുദ് ഇഹ്ദാ റാഹിലതയ്യ ഹാതൈൻ, എൻ്റെ ഈ 2 ഒട്ടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നബിയെ അങ്ങ് എടുക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്സമൻ, അതിൻ്റെ വില നൽകിയിട്ടേ ഞാൻ എടുക്കുകയുള്ളൂ, സൗജന്യമായി സ്വീകരിക്കുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സൗജന്യമായി സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം ഹിജറ പോലെ മഹത്തരമായ ഒരു അമൽ അവനവൻ്റെ സമ്പത്ത് കൊണ്ട് ചെയ്യാനുള്ള ആഗ്രഹം കാരണത്തല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെ അമല സാലിഹാത്തുകൾ ചില സമയത്ത് നമുക്ക് വേറെ സഹായങ്ങൾ കിട്ടും. പക്ഷെ വലിയ വലിയ അമലുകൾ സാധ്യമാണെങ്കിൽ അവനവൻ്റെ സമ്പത്ത് കൊണ്ട് തന്നെ ചെയ്യുക. കാരണം അതിന് നമുക്ക് തന്നെയാണ് പ്രതിഫലമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയിൽ തൻ്റെ സ്വന്തം പണം കൊണ്ടുള്ള ഒട്ടകം വാങ്ങിച്ചുകൊണ്ട് അതിന് മുകളിലാണ് ഹിജറ ചെയ്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജദ്അ എന്ന ഒട്ടകത്തെ അബൂബക്കർ സിദ്ദീഖ് നൽകി റളിയല്ലാഹു അൻഹു. ആയിഷ ബീവി പറയാൻ, ഫജഹസ്നാഹുമാ അഹസ്സൽ ജിഹാസ്, ഞങ്ങൾ വളരെ വേഗത്തിൽ അവർക്ക് യാത്രക്ക് പോകാനുള്ള വിഭവങ്ങൾ ഒരുക്കി നൽകി. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയും അസ്മാ ബിൻത് അബീ ബക്കർ. വസനഅനാ ലഹുമാ സുഫ്രതൻ ഫീ ജിറാബ്, ഒരു തോൽപാത്രം പോലുള്ളതിൽ ഞങ്ങൾ അവർക്ക് ഭക്ഷണവും മറ്റു വസ്തുക്കളും ഒക്കെ ഒരുക്കി നൽകി. ഫഖതഅത് അസ്മാ ബിൻത് അബീ ബക്കർ ഖിത്അതൻ മിൻ നിതാഖിഹാ, അസ്മാ ബിൻത് അബീ ബക്കർ അവരുടെ സ്ത്രീകളെന്ന് ഉരയിൽ കെട്ടുന്ന അവരുടെ തുണിയുണ്ട്, നിതാഖ് എന്നാണ് പറയാം. അവർ ഇതിൻ്റെ മൂടി കെട്ടാൻ വേണ്ടി കയറും മറ്റും അന്വേഷിച്ചപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ അവർ തങ്ങളുടെ അരപ്പട്ട 2ആയി മുറിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു അരപ്പട്ട കൊണ്ട് അവരുടെ ഈ പാത്രം കെട്ടി. അതിനുശേഷമാണ് അവർക്ക് ദാത്തുൻ നിതാഖൈൻ എന്ന പേര് നൽകപ്പെട്ടത്. അസ്മാ ബിൻത് അബീ ബക്കർ, അവർക്ക് അവരുടെ വിളിപ്പേരുള്ള ദാത്തുൻ നിതാഖൈൻ, 2 അരപ്പട്ടകളുള്ളവർ. കാരണം അവർ മറ്റേത് കീറി ഒന്നുകൊണ്ട് ഊര കെട്ടി, മറ്റേത് കൊണ്ട് അവർ ഈ പാത്രം അതിൻ്റെ മൂടി അടച്ചു വെക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും, ഞാൻ ഈ ഹിജറയുടെ ചരിത്രം മുഴുവനായി പറയുന്നില്ല, കാരണം അത് സുദീർഘമായ ചരിത്രമാണ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ അതിലുള്ള ഇടപെടൽ മാത്രമേ ഞാൻ വിവരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഹിജറയുടെ ചരിത്രം കുറച്ച് വിശാലമായ ചരിത്രമാണ്. അബൂബക്കറും റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജറ പുറപ്പെട്ടു. അവർ സൗർ ഗുഹയിലാണ് 3 ദിവസം കഴിഞ്ഞത്. ആ ചരിത്രം നിങ്ങൾക്ക് അറിയുന്നതാണ്, പ്രസിദ്ധമായ ചരിത്രമാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കറിനെ സിദ്ദീഖ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നമാഹും അഹ്ലുക്, നബിയെ അവർ അങ്ങയുടെ കുടുംബമാണ് എന്ന് പറഞ്ഞ വാക്ക് അത് യാഥാർത്ഥ്യമായി പുലരുന്ന ദിവസങ്ങളായിരുന്നു അത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ, അദ്ദേഹമായിരുന്നു ആ ദിവസങ്ങളിൽ മക്കയിലെ വിവരങ്ങൾ സൗർ ഗുഹയിൽ ഒളിച്ചു താമസിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കറിനും എത്തിച്ചു കൊടുത്തിരുന്നത്. ആയിഷ ബീവി പറയുന്നത്, അബ്ദുള്ള നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു, കാര്യങ്ങൾ മനസ്സിലാവുന്ന ആളായിരുന്നു. രാത്രി ഈ ഗുഹയിലേക്ക് പോകും, വിവരങ്ങൾ പറഞ്ഞു കൊടുക്കും. നേരം പുലരുന്നതിന് മുൻപ്, ചെറിയ കുട്ടിയാണ്, നോക്കൂ നിങ്ങൾ എങ്ങനെയാണ് ചില പണ്ഡിതന്മാർ ഈ ചരിത്രം വിവരിച്ചപ്പോൾ പറഞ്ഞേക്കണം, തൻ്റെ കുടുംബത്തെ അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാമിന് വേണ്ടി വളർത്തിയതാണ്. അത് നേരെ പുലരുന്ന ദിവസങ്ങളായിരുന്നു ഹിജറയുടെ ദിവസങ്ങൾ. കാരണം ചെറിയ മകനാണ്. അവന് പോയിട്ട് അദ്ദേഹം പോയി ഗുഹയിലേക്ക് പോകുന്നു, വിവരങ്ങൾ എത്തിച്ചു കൊടുക്കും. രാവിലെ മക്കയിൽ തിരിച്ചു വരും, ആൾക്കാരുടെ ഇടയിൽ നിന്ന് നടക്കും. അവർ പറയുന്നതും ആലോചിക്കുന്നതുമായ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കും. വീണ്ടും ഗുഹയിലേക്ക് തിരിച്ചു പോകും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഈ ദിവസങ്ങളിൽ അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ, അദ്ദേഹമാണ് അവരുടെ ആ സമയത്തെ വിവരങ്ങൾ അന്വേഷിക്കാനുള്ള ആള്. അവരുടെ ഒട്ടകങ്ങളെ ശ്രദ്ധിച്ചിരുന്നത് ആമിർ ഇബ്നു ഫുഹൈറയാണ്. ആരാ ആമിർ ഇബ്നു ഫുഹൈറ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് മോചിപ്പിച്ച അടിമയാണ്.
അപ്പം അദ്ദേഹത്തിൻ്റെ മൗലയാണ്. നോക്കൂ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ്, അദ്ദേഹത്തിൻ്റെ മക്കൾ, ആൺമക്കളും പെൺമക്കളും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൗലയായിരുന്ന ആമർ ഇബ്നു ഫുഹൈറ, ഇവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ സഹായത്തിനു വേണ്ടി അദ്ദേഹം ഇവരെ എല്ലാം ഉപയോഗപ്പെടുത്തിയാണ്. ഇവരെല്ലാം അതിനു വേണ്ടി സഹായികളായി നിലകൊണ്ടിട്ടുണ്ട്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറിന്റെ സിദ്ദീഖും ഹിജ്റയ്ക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ അബൂബക്കറിന്റെ പിതാവ് അബൂ ഖുഹാഫ വീട്ടിലേക്ക് കയറി വന്നു. അബൂബക്കറിന്റെ സിദ്ദീഖ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും ഹിജ്റയിൽ പോകുമ്പോൾ ഒപ്പം കരുതിയിരുന്നു. ഏതാണ്ട് 5000-6000 ദിർഹമുണ്ട്. അബൂ ഖുഹാഫ വീട്ടിലെത്തിയപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, അബൂ ഖുഹാഫ കണ്ണു കാണില്ലായിരുന്നു, പ്രായമായിട്ടുണ്ട്, അബൂബക്കറിന്റെ ഉപ്പയാണ്. അബൂ ഖുഹാഫ അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ പേരമക്കളുണ്ട്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅറാഹു ഖദ് ഫജഅകും ബിമാലിഹി മഅ നഫ്സിഹി. അബൂബക്കർ നിങ്ങളെ വിട്ടേച്ചു പോയതിനോടൊപ്പം പണം മുഴുവനും എടുത്തു കൊണ്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവനും ഇവിടെ ഇല്ല, അവൻ്റെ പണവും ഇല്ല, മുഴുവനും പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ അവരുടെ ബുദ്ധി നോക്കുക. അവർ പറഞ്ഞു, കല്ലാ യാ അബഹ്, അപ്പം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഖദ് തറക ലനാ ഖൈറൻ കസീറൻ. അബൂബക്കർ വാപ്പ നമുക്ക് കുറേ ഇവിടെ ബാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. എന്നിട്ട് അവർ കുറച്ച് കല്ലുകൾ പെറുക്കിയെടുത്ത് അത് ഒരു തുണിയിൽ ഇട്ട് പൊതിഞ്ഞ് അത് കെട്ടിവെച്ചു. കണ്ണ് കാണാത്ത അബൂ ഖുഹാഫയുടെ കൈ ആ പൊതിയുടെ മുകളിൽ വെച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇതൊക്കെ ഈ സമ്പത്ത് മുഴുവൻ അബൂബക്കർ ഇവിടെ വിട്ടേച്ചു പോയതാണ്. അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദാ കാന തറക ലക്കും ഹാദൽ മാൽ ഫഖദ് അഹ്സൻ. ഈ പണമൊക്കെ ഇവിടെ ഉണ്ട് എങ്കിൽ നല്ല കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നോക്കുക, അദ്ദേഹം എങ്ങനെയാണ് മക്കളെ വളർത്തിയത് നോക്കൂ. അസ്മാ റളിയല്ലാഹു അൻഹ അവർക്ക് യോജിച്ച പിതാവ്, ആ പിതാവിന് യോജിച്ച മകളും റളിയല്ലാഹു അൻഹും അജ്മഈൻ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സൗർ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, അത് ഹദീസിൽ നേർക്കേറെ വന്നതായിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം ഗുഹയെ മുഴുവനായി പരിശോധിക്കുകയും അതിലുള്ള പൊത്തുകളും മറ്റുമൊക്കെ പരിശോധിക്കുകയും 2 തവണ പരിശോധിച്ചു എന്നാണ് വിശ്വാസം കയറുന്നതിന് മുമ്പ് വീണ്ടും അദ്ദേഹം ഓരോ പൊത്തുകളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ ക്ഷണിച്ചത്. എന്നാൽ സൗർ ഗുഹയിലായിരിക്കെ അബൂബക്കറിനെ ഒരു പാമ്പ് അല്ലെങ്കിൽ തേള് കടിച്ചതായുള്ള സംഭവം അത് സ്ഥിരപ്പെട്ടിട്ടില്ല, അത് ദുർബലമായ സംഭവമാണ് എന്ന് പല മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞേ കാണാം. അതുപോലെ തന്നെ പ്രസിദ്ധമായ മറ്റൊരു സംഭവമാണ് ആ ഗുഹയുടെ മുകളിൽ ഒരു 8 വല കെട്ടിയിരുന്നു എന്ന സംഭവം. അതും ഇതുപോലെ തന്നെ ദുർബലമാണ് എന്ന് ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സൗർ ഗുഹയിൽ അവർ കഴിയുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അന്വേഷിച്ചുകൊണ്ട് മുശ്രിക്കുകളിൽപ്പെട്ട ചില ആളുകൾ ആ മലയുടെ മുകളിൽ വന്നത്. അപ്പോൾ അവർ ഈ മലമുകളിൽ വന്നെത്തിയപ്പോൾ ഉള്ളിൽ ഗുഹയിലിരിക്കുന്ന ആളുകൾക്ക് അവരുടെ കാല് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് അബൂബക്കറിനെ സിദ്ദീഖ് അദ്ദേഹം പറഞ്ഞു, ലൗ അന്ന അഹദഹും നദറ തഹ്ത ഖദമൈഹി ലഅബ്സറന. അള്ളാഹുവിൻ്റെ റസൂൽ അവരെങ്ങാൻ താഴത്തേക്കൊന്ന് നോക്കിയാൽ അവർ നമ്മളെ ഇപ്പോൾ കാണും. അവർ തൊട്ടു മുന്നിലുണ്ട്, ഗുഹയുടെ തൊട്ടു മുന്നിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത്, മാ ظنك യാ അബാ ബക്കറിൻ ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ. മാ ظنك യാ അബാ ബക്കർ, അബൂബക്കർ, അള്ളാഹു മൂന്നാമനായി ഒപ്പമുള്ള 2 ആളുകൾ, അവരെക്കുറിച്ച് താങ്കളുടെ ധാരണ എന്താണ്? അള്ളാഹു സഹായത്തിനു വേണ്ടി, പിന്തുണയ്ക്കു വേണ്ടി അള്ളാഹു സഹായം നൽകാൻ മൂന്നാമതായി ഒപ്പമുള്ള 2 ആളുകൾ, അവരെക്കുറിച്ച് താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? അള്ളാഹു അവരെ സംരക്ഷിക്കുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്ത് തൗബയിൽ ആയത്ത് അവതരിച്ചത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് എന്ന ആയത്ത് അവതരിച്ചത് ഈ സംഭവത്തിലാണ്. ഈ സംഭവത്തെക്കുറിച്ചാണ് അബൂബക്കർ സിദ്ദീഖിൻ്റെ കുറിച്ച് ഖുർആനിൽ ആയത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആയത്തിൽ
അള്ളാഹു അദ്ദേഹത്തെ സാഹിബ് എന്ന് വിശേഷിപ്പിച്ചു, അള്ളാഹു അദ്ദേഹത്തിൻ്റെ സഹായം എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഫഅൻസല അല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, ആ സന്ദർഭത്തിൽ അള്ളാഹു സമാധാനം ഇറക്കി നൽകിയെന്ന് പറഞ്ഞു. ഇതിലൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവർ സൗർ ഗുഹയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ആ യാത്രയിൽ ഹദീസിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ചില ആളുകൾ അദ്ദേഹം ഉമറിനെ പുകഴ്ത്തി പറഞ്ഞു. അവരിൽ ചിലർക്ക് ഉമറാണ് അബൂബക്കറിനേക്കാൾ മഹത്വമുള്ളത് എന്ന രൂപത്തിൽ അവരിൽ ചിലർ സംസാരിച്ചു. ഇത് അറിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലലൈലത്തുൻ മിൻ അബീ ബക്കറിൻ ഖൈറുൻ മിൻ ആലി ഉമർ, അബൂബക്കറിൻ്റെ ഒരു രാത്രിയാണ് ഉമറിൻ്റെ കുടുംബം മുഴുവൻ ചെയ്യുന്ന അമലുകളെക്കാൾ, അവർ മുഴുവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ നല്ലത് അബൂബക്കറിൻ്റെ ഒരു രാത്രിയാണ്. വലയൗമു മിൻ അബീ ബക്കറിൻ ഖൈറുൻ മിൻ ആലി ഉമർ, അബൂബക്കറിൻ്റെ ഒരു പകലും അതുപോലെ തന്നെയാണ്. ലഖദ് ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയൻതലിഖ ഇലൽ ഗാർ വമഅഹു അബൂബക്കറിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അബൂബക്കർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഫജഅല യംശി സാഅതൻ ബൈന യദൈഹി വസാഅതൻ ഖൽഫഹു, ആ സന്ദർഭത്തിൽ അബൂബക്കർ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ നടക്കും, കുറച്ചു കഴിഞ്ഞാൽ പിറകിൽ നടക്കും. ഹത്താ ഫതിന ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുറച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ശ്രദ്ധിച്ചു. കുറച്ചു നേരം ഇങ്ങനെ മുന്നിൽ നടക്കും, കുറച്ചു നേരം പിന്നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അദ്കുറു തലബ് ഫഅംശി ഖൽഫക്, നമ്മെ പിടിക്കാൻ വേണ്ടി പിറകിൽ ആൾക്കാരുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പിറകിലേക്ക് പോകുന്നതാണ്. സുമ്മ അദ്കുറു റസ്ദ ഫഅംശി ബൈന യദൈക്, എന്നാൽ മുന്നിൽ നിന്ന് നിരീക്ഷിക്കാനുള്ള ആളുകൾ ഉണ്ടായിരിക്കും എന്ന ഭയം ആലോചിക്കുമ്പോൾ ഞാൻ മുന്നിലേക്ക് പോകുന്നതാണ്. അദ്ദേഹത്തിന് പേടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ്, ഇതുപോലെ ഒരു അവസരം വേറെ സഹാബിക്കില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലും പിറകിലും നിൽക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരാളും ഒപ്പമില്ലാത്ത സന്ദർഭത്തിൽ അവിടുത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലയുറപ്പിക്കാൻ കഴിയാവുന്നത്, ഇതുപോലൊരു ഫضൽ, ഇതുപോലൊരു ശ്രേഷ്ഠത മറ്റൊരാൾക്ക് നൽകപ്പെട്ടിട്ടില്ല. യാത്രയിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ അനസ് ഇബ്നു മാലിക് പറഞ്ഞേക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുണ്ട്. അബൂബക്കർ ഷെയ്ഖുൻ യുഅറഫ്, അബൂബക്കറിനെ ആളുകൾക്കറിയാം, കാരണം അദ്ദേഹം യാത്ര ചെയ്തിരുന്ന ആളാണ്, കച്ചവടത്തിന് വേണ്ടി പലപ്പോഴും യാത്ര ചെയ്യുന്നത് അബൂബക്കറിനെ ആളുകൾക്കറിയാം. വനബിയുല്ലാഹി ശാബുൻ ലാ യുഅറഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ കണ്ടാൽ ചെറുപ്പക്കാരനെ പോലെയാണ്, ആർക്കും അറിയില്ല, അവിടുത്തെ കണ്ടവരധികമില്ല. ഫയൽഖ റജുലു അബാ ബക്കറിൻ ഫയഖൂലു യാ അബാ ബക്കർ മൻ ഹാദ റജുൽ, അപ്പോൾ ആളുകളിൽ ചിലർ അബൂബക്കറിനെ കണ്ടാൽ ചോദിക്കും, ഇതാരാണ് ഒപ്പമുള്ളത് എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും, ഹാദ റജുൽ യഹ്ദീനി സബീൽ, എനിക്ക് വഴികാട്ടാൻ വേണ്ടി ഒപ്പമുള്ള ആളാണ് എന്ന് പറയും. അനസ് ഇബ്നു മാലിക് പറയും, ഫയഹ്സിബുൽ ഹാസിബു അന്നഹു ഇന്നമ യഅനി ത്വരീഖ്, കേൾക്കുന്ന ആൾ വിചാരിക്കും ഇത് ആൾ വഴികാട്ടിയായിട്ടൊപ്പം കൂടിയതാണ് എന്ന്. വ ഇന്നമ യഅനി സബീൽ അൽ ഖൈർ, അബൂബക്കർ ഉദ്ദേശിക്കുന്ന ആട്ടെ സിറാത്തുൽ മുസ്തഖീമിൻ്റെ കാര്യമാണ്, എന്നെ നേർവഴിക്ക് നയിക്കുന്ന ആളാണ് ഇത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ആ പ്രയോഗം നടത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഒപ്പമുള്ള ആളുകൾ, ഈ ചോദിക്കുന്ന ആളുകൾ മക്കയിലെ ഖുറൈശികൾക്ക് വിവരം എത്തിച്ചു കൊടുത്താൽ ഉണ്ടാകുന്ന പ്രയാസമായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തതിന് കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ സന്ദർഭത്തിൽ യാത്ര കഴിഞ്ഞു. അദ്ദേഹം പറയണം, ധാരാളം യാത്ര ചെയ്തു, അവസാനം നട്ടുച്ച സമയമായി, എവിടെയും തണൽ കാണുന്നില്ല. കുറച്ച് ദൂരെ ഒരു വലിയ കുന്നുപോലെ ഒരു സ്ഥലം കാണുന്നു. അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം തന്നെ വിവരിച്ച സംഭവമാണത്. അദ്ദേഹം പറയും, ഞാൻ അങ്ങോട്ട് ചെന്നു, അവിടെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിടക്കാൻ വേണ്ടി ഒരു സ്ഥലം വിരിപ്പ് പോലെയാക്കി. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, നം യാ റസൂൽ അള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ എവിടെ ഉറങ്ങിയാലും, വന അൻഫദു ലക മാ ഹൗലക്, അങ്ങയുടെ ചുറ്റും ഞാൻ നിരീക്ഷിച്ച് നിലകൊള്ളുന്നതാണ്, എന്തെങ്കിലും ഉപദ്രവിക്കാൻ വരുമോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടന്നുറങ്ങി. അപ്പോഴും ഒരു ആട്ടിടയൻ കുറച്ച് ആടുകളുമായിട്ട് വരുന്നു.
അയാളും ഇതേപോലെ തന്നെ ഈ കുന്നിൻ്റെ തണലിൽ കിടക്കാൻ വേണ്ടി വരുന്നത്. അയാൾ വന്നെത്തിയപ്പോൾ ഈ ആട്ടിടയനോട് അബൂബക്കർ ചോദിച്ചു, ഇതിൻ്റെ പാല് കറക്കാറുണ്ടോ? അപ്പോൾ പറഞ്ഞു, പാല് കറക്കാറുണ്ട്. എങ്കിൽ കുറച്ച് പാല് തരാൻ പറഞ്ഞു. ഈ പാല് കറക്കുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞു വൃത്തിയാക്കാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് അബൂബക്കർ സേവിച്ചത് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആദരവിൻ്റെ ഉത്ഭവമാണ്. അവിടുന്നാകട്ടെ ഏത് സന്ദർഭത്തിലാണ് സ്വന്തം നാട് വിട്ടേച്ചാണ് ഈ പോകുന്നത്, അഭയാർത്ഥിയായിട്ടാണ് ഈ പോകുന്നത്. രാജാവല്ല, അധികാരമില്ല, സമ്പത്തില്ല, അള്ളാഹുവിൻ്റെ നബിയാണെന്ന് പറയുന്നു. ഇതല്ലാതെ മറ്റൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന് യാതൊരു പേരുമില്ല, ഒരു എവിടെയെങ്കിലും ഒരു സ്വാധീനമില്ല. ആ സന്ദർഭത്തിലാണ് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത്. നമ്മളിൽ ചിലരെങ്കിലും ദീനിന് എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? പക്ഷേ ഒരാളും ഒപ്പമില്ലാത്തൊരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ അബൂബക്കറിനെ സിദ്ദീഖ് കുറച്ചു നിന്ന രൂപമാണ്. അദ്ദേഹം പാല് കറന്നു, എന്നിട്ട് ഇത് പറഞ്ഞു, ഞാൻ തണുത്ത വെള്ളം ഒഴിച്ചു, അതിൻ്റെ മേലെ വെച്ചു, അങ്ങനെ തണുപ്പിച്ചു. അദ്ദേഹം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയാണ്. അപ്പോൾ അവിടുത്തെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പാല് വെട്ടി ചെന്നപ്പോൾ അവിടെ നിന്ന് എണീച്ചിട്ടുണ്ടായിരുന്നു, ഉറക്കത്തിൽ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കൊടുത്തു. അവിടെ നിന്ന് കുടിച്ച് തൃപ്തിയായി എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. എന്നിട്ട് അവർ യാത്ര തുടരുകയും ചെയ്തു. അവർ മദീനയിലേക്ക് എത്തിയപ്പോൾ അവർ രണ്ടുപേരും വരുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും വരുന്ന വഴിയിൽ സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വരാൻ, അദ്ദേഹത്തിൻ്റെ സംഘവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കറിനെയും കണ്ടപ്പോൾ അദ്ദേഹം ഒരു നല്ല വെളുത്ത പുതപ്പ് ഇവരെ രണ്ടുപേരെയും ധരിപ്പിച്ചു. ഒരു രണ്ടുപേരും വരാൻ സഹാബികൾ പറയാൻ, അനസ് ഇബ്നു മാലിക് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കിട്ടിയത് മുതൽ അൻസാരികൾ എല്ലാ ദിവസവും സുബ്ഹ കഴിഞ്ഞാൽ മദീനയുടെ അതിരിൽ വന്ന് നിൽക്കും, കാത്തു നിൽക്കും. വെയിൽ കടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചു വീട്ടിലേക്ക് പോകും. അങ്ങനെ ഏതാണ്ട് നട്ടുച്ച സമയമായപ്പോൾ ഒരു യഹൂദൻ തൻ്റെ കളഞ്ഞുപോയ മൃഗത്തെ അന്വേഷിച്ചുകൊണ്ട് മദീനയുടെ ഉയരമുള്ള പ്രദേശങ്ങളിൽ കയറി ഇങ്ങനെ നോക്കാൻ വേണ്ടി നിൽക്കുമ്പോഴുണ്ട് ദൂരെ നിന്ന് ഒരു വെളുത്ത സംഘം ഇങ്ങനെ വരുന്നു. അപ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ നിങ്ങൾ കാത്തിരിക്കുന്ന ആൾ വന്നെത്തിയിട്ടുണ്ട്. യാ മഅ്ശറൽ അറബ് ഹാദാ ജദ്ദുകും അല്ലദീ തൻതദിറൂനഹു, നിങ്ങൾ കാത്തിരിക്കുന്ന മനുഷ്യന് വരുന്നുണ്ട് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അതോടുകൂടി അൻസാരികൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ, മദീനയിലുണ്ടായിരുന്ന ആളുകൾ, അവരെല്ലാവരും ഒത്തുചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി വന്നെത്തി. അവർ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുമ്പോൾ ശബ്ദനായിരിക്കുകയാണ്. അൻസാരികളിൽ പലരും നബിയെ ഇതുവരെ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവരിൽ ചിലർ ധരിച്ചത് അബൂബക്കറാണ് നബി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് മിണ്ടാതിരിക്കുന്നു. പക്ഷേ മദീനയുടെ അതിരിനോട് അടുക്കാൻ എത്തിയപ്പോൾ അബൂബക്കറിനെ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണൽ വിരിക്കാൻ വേണ്ടി ഒരു വസ്ത്രം ഉയർത്തിപ്പിടിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിജറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ വിവരിക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് മദീനയിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുൻഹ എന്ന പ്രദേശത്താണ് അദ്ദേഹം താമസിച്ചത്. അവിടെ അദ്ദേഹം കല്യാണം കഴിക്കുകയും ചെയ്തു. ആ ബന്ധത്തിൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവുകയും ചെയ്തു. മദീനയിലെത്തിയപ്പോൾ ഹദീസിൽ കാണാം, മദീന അന്ന് മിൻ ഔബഇ അർദില്ലാഹ്, മദീനയിൽ ഒരു പ്രത്യേക പനി ഉണ്ടായിരുന്നു. ഏറ്റവും രോഗബാധിതമായ നാടായിരുന്നു അത്. മദീന അവിടെ താമസിക്കുന്ന ആളുകൾക്ക് രോഗം കടുക്കുക എന്നത് അവിടുത്തെ കാലാവസ്ഥ ആളുകൾക്ക് യോജിച്ചിരുന്നില്ല. സഹാബികൾ, പ്രത്യേകിച്ച് മക്കയിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ എത്തിയപ്പോൾ അവർക്കിതിൻ്റെ കാലാവസ്ഥ പിടിച്ചില്ല. അവിടെയുള്ള സ്ഥിതി പിടിക്കാത്ത കാരണം അവരിൽ പലർക്കും അസുഖം കടുത്തു. മുഹാജിറുകൾ അങ്ങേയറ്റം മെലിഞ്ഞു എന്നാണ്, നന്നായി മെലിഞ്ഞു. ചില റിവായത്തുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് അസുഖം ബാധിച്ചപ്പോൾ അവരോട് ചോദിച്ചു എന്നാണ്, ഞാൻ അസുഖം മാറ്റാൻ വേണ്ടി ദുആ ചെയ്യണോ, അല്ല നിങ്ങൾ ക്ഷമിച്ചിട്ട്, പനിയല്ലേ, ക്ഷമിച്ചിട്ട് നിങ്ങൾക്ക് അള്ളാഹു അതിന് പ്രതിഫലം നൽകുകയാണോ വേണ്ട. അപ്പോൾ അവർ പറഞ്ഞ് ക്ഷമിച്ചോളാം. അങ്ങനെ കുറച്ചു കാലം ആ പനി അവരെ പിടിച്ചിരുന്നു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും
എത്തിയ ആദ്യ ഘട്ടത്തിൽ അദ്ദേഹം താമസിച്ചിരുന്നത് ബിലാൽ ഇബ്നു റബാഹിനോടൊപ്പവും ആമിർ ഇബ്നു ഫുഹൈറയോടൊപ്പമാണ്. ഇവർ രണ്ടുപേരും ആരായിരുന്നു? അടിമകളായിരുന്നു. അതിൽ തെളിവുണ്ട് അദ്ദേഹത്തിൻ്റെ വിനയം എന്തായിരുന്നു എന്ന്. രണ്ടുപേരും അടിമകളായിരുന്നു. അവരെ മോചിപ്പിച്ച ആളാണ് അബൂബക്കർ. പക്ഷെ അദ്ദേഹം താമസിച്ചിരുന്നത് ഈ രണ്ടാൾക്കാരോടൊപ്പമാണ്. ഇസ്ലാമിൻ്റെ സാഹോദര്യം എന്താണ് എന്നതിനുള്ള തെളിവാണ്. അബൂബക്കർ ശരിക്കും ഖുറൈശികളുടെ തലവനാണ്. അവർക്കിടയിൽ അത്രയും സ്ഥാനമുള്ള മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഇത് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപൊരിക്കൽ നോക്കിയിരുന്നത്, അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച സമ്പത്ത് ഇന്ന് ലോകത്ത് ആരെങ്കിലും ഇക്കാലഘട്ടത്തിൽ ആ തുക ഏതാണ്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ തുകയിലേക്ക് കൈമാറുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അറിയപ്പെട്ട ആളായിരിക്കും അദ്ദേഹം. അതിനു മാത്രം ഇത് ചെലവഴിച്ചിട്ടുണ്ട്. അന്നത്തെ ആ തുക ഇന്നത്തേതിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ അത്രയും സമ്പത്തുണ്ട്, കച്ചവടമുണ്ട്, അറബികൾക്ക് സ്വീകാര്യനാണ്. ഈ സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേര് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. എന്നിട്ട് അതിൻ്റെ പേരിൽ അദ്ദേഹം പ്രമാണിത്വമോ സ്ഥാനങ്ങളോ പദവിയോ ആഗ്രഹിച്ചില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ പലപ്പോഴും മസ്ജിദിലെ കമ്മിറ്റീൻ്റെ സെക്രട്ടറി ആണെങ്കിൽ ആൾക്കാർ കാണിക്കുന്ന അധികാരത്തിൻ്റെ പവർ എന്താണ്? ഇസ്ലാമിൽ ഈ പറഞ്ഞതൊന്നുമില്ല. പള്ളിയിലേക്ക് കയറിയ എല്ലാവരും ഒന്നാണ്. ക്ലാസ് എടുക്കുന്നവനും ക്ലാസ് കേൾക്കുന്നവനും ഖുതുബ അറിയുന്നവനും ഖുതുബ കേൾക്കുന്നവനും ഇമാം നിൽക്കുന്നവനും പറകിൽ നിൽക്കുന്നവരും എല്ലാവരും ഒന്നാണ്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഇസ്ലാമിൽ ഈ പറഞ്ഞ പ്രമാണിത്വമില്ല. അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹുവിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ആൾക്കാർ അടുത്ത് നിൽക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നു, പണക്കാരെ കാണുമ്പോൾ കൂടുതൽ ചിരിക്കുന്നു. ദീനിൽ അതില്ല. നമ്മുടെ ദീൻ അത്രയും ഇസ്ലാമിൻ്റെ പേരുള്ള സാഹോദര്യം പഠിപ്പിച്ച ദീനാണ്. അബൂബക്കർ സിദ്ദീഖ് ഇവരോടൊപ്പം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് പനി ബാധിച്ചു. അദ്ദേഹത്തിന് മാത്രമല്ല ബിലാലിനും ആമിറിനും പനി ബാധിച്ചു റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുമതി ചോദിച്ചുകൊണ്ട് ഇവരെ സന്ദർശിക്കാൻ വേണ്ടി പോയി. ആയിഷ ബി ഒന്ന് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയിട്ടില്ല. ഈ മൂന്നാളുകളെയും സന്ദർശിക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ അവർ ചെന്നു. അബൂബക്കർ സിദ്ദീഖിന് പനി കലശലായിട്ടുണ്ട്. അദ്ദേഹത്തോട് വിശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കവിതയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, കുല്ലു ഇംറിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകിൻ അലൈഹി. എല്ലാ മനുഷ്യരും തൻ്റെ കുടുംബത്തിനിടയിൽ നേരം പുലരുമ്പോൾ ആരോഗ്യവാനായി സുഖിച്ച് നേരം പുലരുന്നു. വൽ മൗതു അദ്നാ മിൻ ശിറാകിൻ അലൈഹി. എന്നാൽ മരണം അവൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അവനോട് അടുത്തുണ്ട്. പനി നല്ല ശക്തമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക്. പനിയുടെ ശക്തി അദ്ദേഹത്തെ മരണത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ബിലാലും ആമിറുമാകട്ടെ മക്കയെക്കുറിച്ച് അവരുടെ സ്നേഹവും ആഗ്രഹവും മക്ക കാണാനുള്ള ആഗ്രഹം അറിയിക്കുന്ന വരികളാണ് ബിലാലും ആമിറും പറഞ്ഞത് റളിയല്ലാഹു അൻഹു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, സഹാബികൾ അവർക്ക് ഈ പനി കഠിനമായ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ബിലാൽ ഇങ്ങനെയാണ് പറഞ്ഞത്, മക്കയോടുള്ള ആഗ്രഹമാണ് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒരു ദുആ ചെയ്തു. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കഹുബ്ബിന മക്കത ഔ അഷദ്. അല്ലാഹുവേ, ഹബ്ബിബ് ഇലൈനൽ മദീന, ഞങ്ങൾക്ക് മദീനയോട് സ്നേഹമുണ്ടാക്കണേ. കഹുബ്ബിന ലി മക്കത, മക്കയോട് ഞങ്ങൾക്കുള്ള സ്നേഹം പോലെ തന്നെ. ഔ അഷദ്, അതല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ സ്നേഹം മദീനയോട് ഞങ്ങൾക്കുണ്ടാക്കണമേ. വസഹിഹ, അതുപോലെ അല്ലാഹുവെ മദീനയെ നീ ആരോഗ്യമുള്ള നാടാക്കി മാറ്റണേ. വബാരിക് ലനാ ഫീ സാഇഹ വമുദ്ദിഹ, മദീനയിലെ സാഇലും മുദ്ദിലും അല്ലാഹുവെ നീ ബറക്കത്ത് ചൊരിയണേ. വൻഖുൽ ഹുമ്മാഹ ഫജഅൽഹ ബിൽ ജുഹ്ഫ, ഇവിടെയുള്ള പനി നീ അല്ലാഹുവെ ജുഹ്ഫയിലേക്ക് നീക്കണമേ. ജുഹ്ഫ ഇപ്പോഴും അതേ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ്. സൗദിയിലുണ്ടത്, മറ്റേ റാബിഗിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. അന്ന് ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ തന്നെ പനി ഇവിടുന്ന് മാറിയിട്ട് ജുഹ്ഫയിലേക്ക് നീങ്ങി. പിന്നീട് സ്വപ്നത്തിൽ കാണുകയും ചെയ്തു എന്നാണ്. ഇപ്പോഴും ആ നാട് ഇപ്പോഴും ആൾക്കാർ താമസമില്ലാത്ത സ്ഥലമായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തു ഭാഗത്താണ് ആൾക്കാർ താമസിക്കുക. ജുഹ്ഫ യഥാർത്ഥത്തിൽ മീഖാത്തായിരുന്നു. ഇപ്പോൾ ജുഹ്ഫയിൽ ഒരു പള്ളിയൊക്കെ ഉണ്ട്, പക്ഷേ പിന്നെ ആളുകൾ പൊതുവെ അതിൻ്റെ പുറത്തുനിന്നാണ് മീഖാത്ത് ഇഹ്റാം കെട്ട് മറ്റൊക്കെ ചെയ്യാറുള്ളത്. അപ്പം മദീനയിലെ ആ പനി നീങ്ങുകയും അത് പുറത്തു പോവുകയും ചെയ്തു. ജുഹ്ഫയിലേക്ക് അത് നീക്കപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം മദീന അസുഖത്തിൽ നിന്ന് മുക്തമാവുകയും മദീന ആരോഗ്യം നിലനിൽക്കുന്ന നാടുകളൊന്നും. ഇപ്പം ഇന്ന് നോക്കൂ,
ഇത്രയധികം ജനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് അവിടെ വരുന്നു. നമ്മുടെ നാട്ടിൽ വേറെ എല്ലാ സ്ഥലത്തൊക്കെ ആയിരുന്നെങ്കിൽ എത്ര രോഗം പടർന്നു പിടിക്കാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ആ നാടിൻ്റെ കാര്യത്തിൽ സ്വാധീനിച്ചത് കാണാം. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, താഊൻ മദീനയിലേക്ക് പ്രവേശിക്കുകയില്ല. അല അബ്വാബിൽ മദീനത്തി മലായികത്തുൻ ലാ യദ്ഖുലുഹ ദജ്ജാൽ വല താഊൻ. മദീനയുടെ വാതിലുകളിൽ മലക്കുകളുണ്ട്, അവിടേക്ക് ദജ്ജാലോ പ്ലേഗോ പ്രവേശിക്കുകയില്ല. 1400 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ്, ഇന്നും നിലനിൽക്കുന്നു. മദീനയാകട്ടെ നോക്കൂ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ നാട്ടിലേക്ക് ജനങ്ങൾ വന്നെത്തുന്നുണ്ട്. ഈ പകർച്ചവ്യാധികളും മറ്റും പടർന്നു പിടിക്കാൻ എന്തുകൊണ്ട് സാധ്യതയുള്ള, മനുഷ്യരുടെ കണക്കുകൂട്ടലുകൾ കൊണ്ട് നോക്കിയാൽ സാധ്യതയുള്ള സ്ഥലമാണ് അത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ സംരക്ഷിച്ചത് അവിടെ കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിജ്റയിലെ ചില കാര്യങ്ങൾ ഇതാണ്. ഹിജ്റയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ പിന്നീട് ഹുദൈബിയ സന്ധിയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തുമായി ബന്ധപ്പെട്ട്, അത് സുദീർഘമായ ചരിത്രമാണ് എന്നതുകൊണ്ട് അതിലേക്ക് വിശദമായി പ്രവേശിക്കാൻ ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് ആ ഭാഗം വായിക്കാവുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട്, ധാരാളം ഹദീസുകളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകളിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബൂബക്കറിനോട് തിരിച്ചുണ്ടായിരുന്ന സ്നേഹവും. ഇത് രണ്ടു ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. നേരത്തെ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ അബൂബക്കറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പ്രകടമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബൂബക്കറിനോടുണ്ടായിരുന്ന സ്നേഹം ഇതുപോലെ തന്നെ വളരെ പ്രകടമാണ്. അത് മറച്ചു വെക്കപ്പെട്ടൊരു കാര്യമല്ല. പലപ്പോഴും ഇന്ന് കാലഘട്ടത്തിൽ രണ്ട് പുരുഷന്മാർക്കിടയിൽ അങ്ങനെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക എന്ന ആൾക്കാർ പൊതുവെ കാണിക്കില്ല. പക്ഷെ അവർക്കിടയിലെ സ്നേഹം വളരെ പരിശുദ്ധമായ സ്നേഹം, എന്താ പറയുക, മനസ്സും ശരീരവും അത്രയും അടുക്കുന്ന വിധത്തിലുണ്ടായിരുന്ന സ്നേഹം അത് പ്രകടമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു സ്വഹബ, ഇങ്ങനെ ഒരു അനുയായിയും ഇങ്ങനെ ഒരു നേതാവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ബന്ധം അത്രയും ശക്തമായിരുന്നു. അത് തെളിയിക്കുന്ന പല സംഭവങ്ങൾ. അതിലൊരു സംഭവം അമർ ഇബ്നുൽ ആസിൻ്റെ സംഭവമാണ്. അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ദാത്തുസ് സലാസിൽ യുദ്ധത്തിൽ അമീറായി നിശ്ചയിക്കപ്പെട്ടു. ആ യുദ്ധത്തിൽ അമർ ഇബ്നുൽ ആസിന് യുദ്ധത്തിൽ വലിയ കഴിവുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ആ സൈന്യത്തിൽ അബൂബക്കറും ഉമറും ഒക്കെ ഉണ്ട്. സൈന്യത്തിൽ അബൂബക്കറും ഉമറും ഒക്കെ ഉണ്ട്. അമീർ ആരാണ്? അമർ ഇബ്നുൽ ആസ് ആണ്. അമർ ഇബ്നുൽ ആസ് അടുത്തിടെ ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ വലിയ വിജയമുണ്ടായി, വളരെ വലിയ വിജയമുണ്ടായി. വലിയ സമ്പത്ത് ഇസ്ലാമിന് ലഭിക്കുന്ന ഒരു യുദ്ധമായിരുന്നു. ദാത്തുസ് സലാസിൽ യുദ്ധം വലിയ വിജയമുണ്ടായ യുദ്ധമാണ്. ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അമർ ഇബ്നുൽ ആസ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എനിക്കൊരു പ്രത്യേക സ്നേഹവും പരിഗണനയും ഉണ്ട്, ഇതോടുകൂടി ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ അവിടത്തോട് ചെന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, നബിയെ ജനങ്ങളിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു ആയിഷയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മിനർ റിജാൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരെയാണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു അബൂഹ, ആയിഷയുടെ പിതാവ് അബൂബക്കറാണ്. അവിടുന്ന് അബൂഹ എന്നാണ് പറഞ്ഞത്, അവളുടെ വാപ്പയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സുമ്മമൻ, പിന്നെ ആരാണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഉമറാണ്. അമർ ഇബ്നുൽ ആസ് പറയാൻ ഫഅദ്ദ റിജാലൻ, പിന്നെ ചോദിക്കുന്നതിനനുസരിച്ച് അവിടുന്ന് ഓരോരുത്തരെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫസക്കത്തു മഖാഫത അൻ യജഅലനി ഫി ആഖിരിഹിം, എന്നെ ഇനി ഇതിൻ്റെ അവസാനത്തിൽ എങ്ങാനും പറയുമോ എന്ന് പേടിച്ച് അവസാനം ചോദിക്കുന്നത് നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും അതിൽ പ്രകടമാണ്. കാരണം ഒരാൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുണ്ട് അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷെ കളവ് പറഞ്ഞില്ല, ഹക്കാണ് പറഞ്ഞത്. അവിടുന്ന് ആയിഷയാണ് പറഞ്ഞത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇതിന് കാരണം ആയിഷ റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹം രണ്ട് നിലക്കുണ്ട്. ഒന്ന് ദീനിയായ സ്നേഹവും മറ്റൊന്ന് പ്രകൃതിപരമായ ഒരു ഭർത്താവിന് ഭാര്യയോടുണ്ടാകുന്ന സ്നേഹവുമാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ചതാണ്. അതുകൊണ്ടാണ് ആയിഷ ആദ്യം പറഞ്ഞത് റളിയല്ലാഹു അൻഹ. കാരണം ഭാര്യയോടുള്ള സ്നേഹവും അതിലുണ്ട്, ദീനീപരമായ സ്നേഹവുമുണ്ട്. ആയിഷ ബീവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന സ്നേഹം ചിലർ തെറ്റിദ്ധരിക്കുന്നത് പോലെ കേവലം അവർ പിന്നെ അവിടുത്തെ ഭാര്യമാരിൽ വിധവയാകാതിരുന്നു എന്നതുകൊണ്ടൊന്നല്ല.
മറിച്ച് അവർക്ക് ദീനിൽ അങ്ങേയറ്റത്തെ പരിശ്രമമുണ്ടായിരുന്നു. അവർ ഉദ്ധരിച്ച ഹദീസുകൾ എടുത്ത് റിവായത്ത് ചെയ്ത് കഴിഞ്ഞാൽ സഹാബികളിലെ ഫഖീഹത്താണ്. അഅലമു ഹാദിഹിൽ ഉമ്മത്തി ബിലയാലി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രാത്രികളെക്കുറിച്ച് ഏറ്റവും അറിവുണ്ടായിരുന്ന വനിതയാണ്. സഹാബികൾ അവരോടാണ് ചോദിച്ചിരുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്ന അവരുടെ ചോദ്യങ്ങൾ സുബ്ഹാനല്ലാഹ്, ഇന്നും ആ ഹദീസുകൾ എടുത്തു നോക്കിയാൽ അവരുടെ ഫിഖ് മനസ്സിലാവും. ആയത്തുകളിൽ അവർ ചോദിച്ചിരുന്ന സംശയങ്ങൾ, വേറെ ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾ, അത്രയും മനോഹരമായ ചോദ്യങ്ങൾ. ആ ഹദീസുകൾ എന്താ പറയുക, ഒരു നിധിയാണ്. ആയിഷ ബിബിയുടെ ഹദീസുകൾ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടുണ്ടായിരുന്ന സ്നേഹം പല കാരണങ്ങളുണ്ട്. ദീനിൻ്റെ കാരണമുണ്ട്. മാത്രമല്ല ഒരു അങ്ങേയറ്റം ഖിദ്മ ചെയ്തിരുന്നു. റസൂലുള്ളാഹിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സേവിച്ചിരുന്നു. അതുകൊണ്ട് അവർ പറയാറുണ്ടായിരുന്നു, ഞാൻ റമദാനിൽ എനിക്ക് നഷ്ടപ്പെടുന്ന നോമ്പുകൾ ഷഅബാനിലാണ് നോറ്റുകൂട്ടിയിരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളിൽ അവർ വ്യാപൃതയായിരുന്നു. അതുകൊണ്ട് നോമ്പ് നോറ്റുകൂട്ടാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കാരണത്താൽ അത്രയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രദ്ധിച്ചിരുന്നു. അപ്പം അവിടത്തേക്ക് ആയിഷയോടുണ്ടായിരുന്ന സ്നേഹം റളിയല്ലാഹു അൻഹ, ഇത് രണ്ടും ഒരുമിച്ചതായിരുന്നു. ഭാര്യയോടുള്ള സ്നേഹമുണ്ട്, അതിൽ രണ്ട് ദീനിയായ സ്നേഹമുണ്ട്. അബൂബക്കറിന്റെ സിദ്ദീഖിനോടുള്ള സ്നേഹം ദീനിയായ സ്നേഹമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് അബൂബക്കറിനെ പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് ഉമറിനെയാണ്, ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. ഈ ഹദീസ് അതിലുള്ള ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരസ്പരമുള്ള സ്നേഹം പ്രകടമാക്കേണ്ട സന്ദർഭങ്ങളിൽ അറിയിക്കണം. നിനക്ക് നിൻ്റെ സുഹൃത്തിനോടുള്ള സ്നേഹം അപ്പം നേർക്കാരാൽ മുഖത്ത് നോക്കിയിട്ട് എപ്പോഴും പറഞ്ഞോളുന്നില്ല. പക്ഷേ നിൻ്റെ സുഹൃത്തിന് നീ എത്ര ബഹുമാനിക്കുന്നുണ്ട്, അതിന് നീ എത്ര വില കൽപ്പിക്കുന്നുണ്ട്, ആ ബന്ധത്തിന് നീ എത്ര പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് നേരെ വാക്കുകൊണ്ട് അയാളോട് പറയാൻ പറ്റുന്ന സമയമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ മനുഷ്യന്മാർ തമ്മിൽ ഉള്ള ബന്ധം ആ അർത്ഥത്തിൽ ഊഷ്മളമായിരിക്കണം. മാത്രമല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹമാണെങ്കിൽ അത് പുറത്തു പറയാന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അബൂബക്കറിനോടുണ്ടായിരുന്ന സ്നേഹം അത് വെളിപ്പെടുത്തുന്ന സംഭവം. മറ്റൊരു സംഭവം അബൂ ദർദ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സംഭവമാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇരിക്കുന്നു. അവിടുത്തോടൊപ്പം അബൂ ദർദ ഉണ്ട്. അബൂബക്കറിന് സിദ്ദീഖ് തൻ്റെ വസ്ത്രം മുകളിലേക്ക് കയറ്റി പിടിച്ചുകൊണ്ട്, എന്തിനും മുകളിലേക്ക് കയറ്റി പിടിക്കുന്ന വേഗത്തിൽ നടക്കാൻ വേണ്ടി, അദ്ദേഹം ഇത് മുകളിലേക്ക് നന്നായി കയറ്റി പിടിച്ചത് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ മുട്ടിന് മുകളിലേക്ക്, കാൽമുട്ടിന് മുകളിലേക്ക് വസ്ത്രം കയറിയിട്ടുണ്ട്. അദ്ദേഹം വേഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ആ വരവ് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ സാഹിബുക്കും ഫഖദ് ഗാമർ, നിങ്ങളുടെ ഈ കൂട്ടുകാരൻ അല്ലെങ്കിൽ അബൂബക്കർ എന്തോ ഒരു വലിയ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ വരവിൻ്റെ ഉദ്ദേശം. അദ്ദേഹം വന്ന് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നി കാന ബൈനി വബൈന ഇബ്നുൽ ഖത്താബ് ഷൈ, എനിക്കും ഉമറിനും ഇടയിൽ നബിയെ ഒരു തർക്കമുണ്ടായി. ഫഅസ്റഅതു ഇലൈഹി സുമ്മ നദിംത്, ഞാൻ ആ ദേഷ്യത്തിൽ ഉമറിനോട് ചില വാക്കുകൾ പറഞ്ഞുപോയി. പിന്നീട് എനിക്ക് ഖേദം വന്നു. ഫസഅൽതുഹു അൻ യഗ്ഫിറ ലി ഫഅബ അലൈ, എനിക്ക് പുറത്തു നൽകാൻ ഞാൻ ഉമറിനോട് ആവശ്യപ്പെട്ടു, പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല. ചില വാഴ്ചകൾ കാണാൻ ഞാൻ അവസാനം ബഖീഇലേക്ക് ചെന്നു ഉമറിനെ കാണാൻ വേണ്ടിയിട്ട്. എന്നെ കണ്ടപ്പോൾ ഉമർ വീട്ടിലേക്ക് കയറി വാതിലടച്ചാണ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക യാ അബാ ബക്കറിൻ, അള്ളാഹു താങ്കൾക്ക് പുറത്തു നൽകട്ടെ അബൂബക്കർ. അവിടുന്ന് 3 തവണ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന് വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ ഈ സംഭവം നടന്നതിനിടയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹത്തിന് ഈ ചെയ്തത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അദ്ദേഹം അബൂബക്കറിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഉമർ വന്നെത്തി റളിയല്ലാഹു അൻഹു. ഉമറിനെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ വന്നിരുന്നപ്പോൾ അവിടുന്ന് മുഖം തിരിച്ചടങ്ങി. അവിടുന്ന് മുഖം തിരിച്ചപ്പോൾ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം തിരിച്ചെടുത്ത് പോയിരുന്നു.
അവിടുന്ന് വീണ്ടും അവിടുന്ന് തിരിഞ്ഞു കളഞ്ഞു. ഇത് കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പെട്ടെന്ന് ഇടപെട്ടു. അദ്ദേഹം തൻ്റെ കാൽമുട്ടുകളിൽ വീണുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് വല്ലാഹി അന കുൻതു അദ്ലിം. അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനായിരുന്നു തെറ്റ് ചെയ്തത്. അള്ളാഹു തന്നെ സത്യം, ഉമർ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത്. അള്ളാഹു എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത്, ഞാൻ പറയുന്നത് കളവാണ് എന്നാണ്. വഖാല അബൂബക്കറിൻ സദഖ്. എന്നാൽ അബൂബക്കറാണെന്ന് പറഞ്ഞത് മുഹമ്മദ് പറഞ്ഞ സത്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വവാസാനി ബിനഫ്സിഹി വമാലിഹി. തൻ്റെ സമ്പത്ത് കൊണ്ടും ശരീരവും കൊണ്ടും അദ്ദേഹം എനിക്ക് സഹായം നൽകിയിട്ടുണ്ട്. ഫഹൽ അൻതും താരികൂ ലി സാഹിബി. നിങ്ങൾ എൻ്റെ സാഹിബിനെ എനിക്ക് വേണ്ടി വെറുതെ വിടുകയില്ലേ? ആവർത്തിച്ച് പറഞ്ഞു. അബൂദർദ പറഞ്ഞേക്കാണ്, പിന്നീട് ഒരിക്കലും അബൂബക്കർ ഒരാളാലും ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല നബി സല്ലല്ലാഹു ഇത് പറഞ്ഞതിന് ശേഷം. കാരണം അബൂബക്കറിൻ്റെ സ്ഥാനം എന്താണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി ബോധ്യപ്പെടുത്തിയ സംഭവമായിരുന്നു. ഹദീസ് പല നിലയ്ക്ക് ഈ ഹദീസിൽ പാഠങ്ങളുണ്ട്. ഒന്ന്, സ്വഹാബിമാർ എത്ര വലിയ ബന്ധമാണെങ്കിലും ഇടയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നോക്കൂ, അബൂബക്കറും ഉമറുമാണ്, അവർക്കിടയിലാണ് ഈ സംസാരം ഉണ്ടായത്. നമ്മൾ ചെറുക്കിടയിൽ ചില സംസാരങ്ങൾ ഒരു തവണ 2 തവണ നടന്നു കഴിഞ്ഞാൽ പിന്നെ ബന്ധങ്ങളെ മുറിച്ചു പോകും. നോക്കൂ, അവർ രണ്ടുപേരും അതിന് ഖേദിച്ചു. അബൂബക്കർ ഖേദിച്ചു, അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം അദ്ദേഹത്തിന് ഖേദമുണ്ടായി. മനുഷ്യർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിൽ ഖേദമുണ്ടാവുക, മാപ്പ് ചോദിക്കുക, ബന്ധങ്ങൾ നന്നാക്കുന്ന ചില ആൾക്കാരെങ്കിലും ചിലപ്പോൾ വിചാരിക്കാനുള്ള സലഫി ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ഒരു കുറ്റവും കുറവുണ്ടാവരുതെന്നാണ്. ഒരിക്കലും ഉണ്ടാവില്ല. മനുഷ്യന്മാരാണ്, എന്ത് കുറ്റവും കുറവുണ്ടാവും. പക്ഷെ ആ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകുമ്പോൾ പരസ്പര ക്ഷമ ചോദിക്കാനും തിദാർ ചെയ്യാനും മാപ്പ് ചോദിക്കാനും മനസ്സിന് വിശാലത ഉണ്ടാവുക എന്നതാണ് അനിവാര്യമായും വേണ്ടത്. അതുപോലെ തന്നെ ഈ ഹദീസ് അബൂബക്കർ സിദ്ദീഖിൻ്റെ സ്ഥാനവും പദവിയും ബോധ്യപ്പെടുത്തുന്നു. അതാണ് മറ്റൊരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിനോട് അടുത്ത ദിവസങ്ങളിൽ സമയമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോടുള്ള സ്നേഹം പ്രകടമാക്കിയ സംഭവങ്ങളിൽപ്പെട്ടതാണ്. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅനി മാലു അബീബക്കർ. അബൂബക്കറിൻ്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ ഒരാളുടെയും സമ്പത്ത് എനിക്ക് ഉപകാരമുണ്ടാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപകാരം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടുത്തെ വ്യക്തിജീവിതത്തിന് ഉപകരിച്ചു എന്നല്ല. അവിടുത്തെ വ്യക്തിജീവിതത്തിൽ അവിടുന്ന് ആരുടെയും സമ്പത്ത് വാങ്ങിച്ചിട്ടില്ല. അള്ളാഹു അവിടത്തേക്ക് മറ്റുള്ളവരോട് ചോദിക്കുന്നതിൽ നിന്ന് ധന്യത നൽകിയിരുന്നു. ഇസ്ലാമിനു വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയ സഹായമാണ് ഇവിടെ ഉദ്ദേശം. ഈ ഹദീസ് വ്യക്തമാണ്. നോക്കൂ, അബൂബക്കറിനെ പോലെ ഉപകാരം ചെയ്തവർ സമ്പത്ത് അബൂബക്കറിന്റെ സമ്പത്ത് പോലെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് മാത്രമുള്ള ഫദീലത്താണ്, ശ്രേഷ്ഠതയാണ്. വേറൊരാൾക്കും ആ ഫദീലത്ത്, ആ ശ്രേഷ്ഠത ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം കരഞ്ഞു എന്നാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹൽ അന വമാലി ഇല്ല ലക്. അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനും എൻ്റെ സമ്പത്തും അങ്ങേക്കുള്ളതല്ലാതെ മറ്റെന്താണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഇതിന് ഇഖ്ലാസായിരുന്നു. അദ്ദേഹം ഒരിക്കലും നൽകിയ സമ്പത്ത് ഇഖ്ലാസിൻ്റെ വ്യക്തമായ അടയാളമാണ്. അദ്ദേഹം അതിൽ ഫദീലത്ത് കണ്ടിരുന്നില്ല. ഞാനിതൊക്കെ കൊടുത്തല്ലോ എന്നുള്ള. ഹൽ അന വമാലി ഇല്ലാ ലക്. ഞാനും എൻ്റെ സമ്പത്തും, ഇത് പിന്നെ ഒരു വാപ്പയോട് മക്കളുടെ സ്വത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്നാണ്. അൻത വമാലുക ലി അബീക എന്ന് പറഞ്ഞതുപോലെ നീയും നിൻ്റെ സമ്പത്തും നിൻ്റെ പിതാവിൻ്റേതാണെന്ന് പറഞ്ഞ പോലെയാണ്. ഞാനും എൻ്റെ സമ്പത്തും നബി അങ്ങേക്കുള്ളതാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി ഹദീസിൽ വന്നത് കാണാം. മാത്രമേ ഹദീസ് ചില പണ്ഡിതന്മാർ സമ്പത്ത് കൊണ്ടുള്ള ഉപകാരം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫഖീറായ ഒരു മനുഷ്യനേക്കാൾ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ചില സന്ദർഭങ്ങളിൽ, പല സന്ദർഭങ്ങളിലും നല്ല സമ്പത്ത് ഉപകരിക്കുന്നത് വളരെ വലിയ രൂപത്തിലായിരിക്കും. സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി, അതിൻ്റെ ഖൈറിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്
വലിയ ഉന്നതമായ പദവി അള്ളാഹുവിൻ്റെ അടുത്ത് ലഭിക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. പൈസ അള്ളാഹിൻ്റെ ദീനോട് ഉപയോഗിക്കുക എന്നുള്ളത്. സമ്പത്ത് ഒരിക്കലും മോശമായ കാര്യമല്ല. സമ്പത്ത് നല്ല ഒരാളുടെ കയ്യിലെത്തിയാൽ അതുകൊണ്ട് ധാരാളം ഖൈറുണ്ടാവും. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞേക്കാണ്, ഫക്കീറിൻ്റെ സബ്റിനേക്കാൾ വലിയ ഖൈർ ഒരു ധനികൻ്റെ ദാനം കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ആൾക്കാർക്ക് ഇത് ഫക്കീറിൻ്റെ സബ്ർ അയാളുടെ ജീവിതത്തിൽ മാത്രമാണ്. ധനികൻ്റെ ദാനം ധാരാളം ആൾക്കാർക്ക് അത് എത്തിപ്പെടുന്നത്. സമ്പത്ത് അത് അമാനത്താണ്. സമ്പത്തിൻ്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ടവർ ശ്രദ്ധിക്കണം. അമാനത്താണ്. പൈസ വെറുതെ നശിപ്പിക്കാനുള്ളതല്ല. അത് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ദീനിനു വേണ്ടി അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖൈറുകളിൽപ്പെട്ടതാണ്. അദ്ദേഹം നന്മകളിലേക്കുള്ള സാബിഖീങ്ങളിൽപ്പെട്ട ആളായിരുന്നു. അത് ധൃതി കൂട്ടുന്ന ആളായിരുന്നു. അതിൽപ്പെട്ട നിങ്ങൾ കേട്ട ഹദീസുകൾപ്പെട്ട ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമൻ, ഇന്ന് നിങ്ങളിൽ ആരാണ് നോമ്പ് നോറ്റിട്ടുള്ളത്? അപ്പോൾ അബൂബക്കർ പറഞ്ഞു, ഞാനുണ്ട്. വമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, നിങ്ങളിൽ ആരാണ് ഇന്നൊരു ജനാസ പിന്തുടർന്നത്? ഞാനുണ്ട്. വമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ, ദരിദ്രന് ഭക്ഷണം കൊടുത്ത ആരുണ്ട്? ഞാനുണ്ട്. വമൻ ആദ മിൻകുമുൽ യൗമ മരീദൻ, രോഗിയെ സന്ദർശിച്ച ആരുണ്ട്? ഞാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅന ഫീ ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഇത് നാലും ഒരാളിൽ ഒരുമിച്ച് ചേർന്നാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. വേണമെങ്കിൽ ഒരു ദിവസം ഇത് ശ്രമിക്കാവുന്നതാണ്. പക്ഷെ നോമ്പെടുക്കുക, ജനാസയിൽ പങ്കെടുക്കുക, രോഗിയെ സന്ദർശിക്കുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക. എന്നാലും ഒരു ദിവസം ഒത്തു വന്നാൽ അവന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് നൽകണം. പക്ഷേ അവിടുന്ന് ഇത് ചോദിക്കുന്നതിന് മുൻപ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അബൂബക്കർ പക്ഷേ അതിനു മുൻപ് തന്നെ അത് ചെയ്തിട്ടുണ്ട്. നമ്മളിത് അറിഞ്ഞിട്ടും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. ഈ ഹദീസ് നമ്മൾ കേട്ട് കഴിഞ്ഞു, എന്നിട്ട് നമ്മളിത് ചെയ്തോ? പക്ഷെ അദ്ദേഹം ഇത് കേട്ടിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ചോദിക്കുന്നത്. അന്ന് ചോദിക്കുന്ന ദിവസം അദ്ദേഹം അങ്ങനെയാണ്, ഇത് ഒരാളിൽ ഒരുമിച്ച് ചേർന്നാൽ അത് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അവിടുന്ന് അറിയിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം പറയുന്നു, ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ നൽകാൻ കൽപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് അവിടുന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമർ പറയാണ്, ഞാൻ പറഞ്ഞു, അൽ യൗമ അസ്ബിഖു അബാ ബക്കറിൻ ഇൻ സബഖ്തുഹു യൗമൻ, അബൂബക്കറിനെ എന്തെങ്കിലും ഒരു ദിവസം മറികടക്കാൻ കഴിയുമെങ്കിൽ അത് ഇന്നായിരിക്കും. കാരണം എൻ്റെ അടുത്ത് കുറച്ച് പൈസയുണ്ട്. ഫജിഅതു ബിനസ്ഫി മാലി, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പകുതി സ്വത്തും എടുത്തിട്ട് പോയി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് പകുതി എടുത്തു പോയി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക്, വീട്ടിലേക്ക് എന്ത് ബാക്കി വെച്ചിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞു, മിസ്ലഹു, നബിയെ ഈ തന്നതുപോലെ തന്നെ പകുതി അവിടെ വേറുണ്ട്. വഅതാ അബൂബക്കറിൻ ബികുല്ലി മാ ഇൻദഹു, എന്നാൽ അബൂബക്കർ വന്നെത്തിയത് കയ്യിലുള്ള സർവ്വസമ്പത്തുമായി കൊണ്ടാണ്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക്, അബൂബക്കർ വീട്ടുകാർക്ക് എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലഹ്, അള്ളാഹുവിനെ റസൂലിനെയും ബാക്കി വെച്ചിട്ടുണ്ട്, വേറൊന്നുമില്ല, വീട്ടിലൊന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലാ ഉസാബിഖുക ഇലാ ഷൈഇൻ അബദൻ, ഇനി ഒരു കാര്യത്തിൽ താങ്കളോട് മത്സരിക്കാൻ ഞാൻ ഉണ്ടാവുകയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖൈറുകളോട് മത്സരിച്ച് ഈ രൂപത്തിലായിരുന്നു റളിയല്ലാഹു അൻഹു. മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം. പറയുമ്പോൾ അദ്ദേഹം ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അള്ളാഹു സ്വർഗം കൊണ്ട് ഉറപ്പ്, സ്വർഗം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അമലുകളുടെ അവസ്ഥ ഇതാണ്. പക്ഷെ നമ്മളെ അവസ്ഥ എന്താണ്? ഇതൊക്കെ ഒരു ഉറപ്പില്ലാതെ ഇരിക്കുന്ന നമ്മുടെ സ്ഥിതി അള്ളാഹു കാത്തുരക്ഷിക്കുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഉമർ അള്ളാഹു അനുവദിച്ച മത്സരമാണ് അബൂബക്കറിനോട് നടത്തിയത്. ഈ മത്സരം അനുവദനീയമാണ്. വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ, ഖൈറിന് വേണ്ടി മത്സരിക്കുക എന്നുള്ളത് ഇഖ്ലാസിന് വിരുദ്ധമല്ല. ഉമർ മത്സരിക്കാൻ ശ്രമിച്ചിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അബൂബക്കർ മത്സരത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സദഖ അതിനേക്കാൾ അഫ്ളലായിരുന്നു. അദ്ദേഹം മത്സരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഉമർ കൊണ്ടുവരും, ഞാൻ ഇത്ര കൊണ്ടുവരാം ഇത് ചിന്തിച്ചിട്ട് പോലുമില്ല. അദ്ദേഹം ചിന്തിക്കാതെയാണ് ഇത് ചെയ്തത്. ഉമർ മത്സരം ഉദ്ദേശിച്ചുകൊണ്ടാണ് വന്നത്. അത് അനുവദനീയമാണ്, തെറ്റായ കാര്യമല്ല. ഉമർ ചെയ്തതിൽ തെറ്റില്ല.
പക്ഷെ അതിനേക്കാൾ അഫ്ദലാണ് അബൂബക്കർ അസ്സദ്ദീഖിൻ്റെ അമൽ എന്ന് ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹം വിശദീകരിച്ചേക്കാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ് നൂദിയ മിൻ അബ്വാബിൽ ജന്ന. ആരെങ്കിലും 2 ഇണകൾ ഒരേ കാര്യത്തിൽ നിന്ന് 2 എണ്ണം ഒരാൾ ദാനം ചെയ്താൽ, പണ്ഡിതന്മാർക്ക് അഭിപ്രായങ്ങളുണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശം. ചില പറഞ്ഞു 2 കുതിരയെ കൊടുത്താൽ, അതല്ലെങ്കിൽ 2 ദിർഹം കൊടുത്താൽ, 1 ദിർഹം കൊടുക്കുന്നവർ 2 കൊടുക്കുക. ഇങ്ങനെ 2 ആക്കി കൊടുത്താൽ ഒരേ കാര്യം 2 എണ്ണം ദാനം ചെയ്താൽ നൂദിയ മിൻ അബ്വാബിൽ ജന്നത്തി യാ അബ്ദുല്ലാഹി ഹാദാ ഖൈർ. അയാൾ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൻ്റെ വാതിലുകളിൽ നിന്ന് അയാളെ ക്ഷണിക്കുന്നതാണ് അവിടേക്ക് പ്രവേശിക്കാൻ വേണ്ടി. ഫമൻ കാന മിൻ അഹ്ലി സ്വലാത്തി ദുഇയ മിൻ ബാബി സ്വലാ. നിസ്കാരം അതിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിന്ന ആളുകൾ അവരെ നിസ്കാരത്തിൻ്റെ വാതിലിലൂടെ വിളിക്കും. വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദി ദുഇയ മിൻ ബാബിൽ ജിഹാദ്. ജിഹാദിൻ്റെ ആളുകളിൽപ്പെട്ടവരെ അതിൽ നിന്ന് വിളിക്കും. വമൻ കാന മിൻ അഹ്ലി സിയാമി ദുഇയ മിൻ ബാബി റയ്യാൻ. നോമ്പുകാരനാണെങ്കിൽ റയ്യാൻ എന്ന കവാടത്തിൽ നിന്ന് വിളിക്കും. വമൻ കാന മിൻ അഹ്ലി സദഖ ദുഇയ മിൻ ബാബി സദഖ. ദാനധർമ്മങ്ങളാണുള്ളത് എങ്കിൽ അതിൻ്റെ വാതിൽ നിന്ന് വിളിക്കും. നോക്കൂ, ഇത് കേട്ടാൽ ആളുകളിൽ പലരും ഏതെങ്കിലും ഒന്നെങ്കിലും വിളിച്ചാൽ മതി എന്നാണ് അവർ ചിന്തിക്കുക. അബൂബക്കർ അസ്സദ്ദീഖ് അദ്ദേഹം പറഞ്ഞു, ബിഅബി അൻത വഉമ്മി യാ റസൂലല്ലാഹ് മാ അലാ മൻ ദുഇയ മിൻ തിൽക അൽഅബ്വാബ് മിൻ ദറൂറ ഫഹൽ യുദ്അ അഹദു മിൻ തിൽക അൽഅബ്വാബ് കുല്ലിഹാ. അല്ലാഹുവിൻ്റെ റസൂലെ, അതിൽ ഈ പറഞ്ഞ എല്ലാ വാതിലിൽ നിന്നും ഒരാൾ വിളിക്കപ്പെട്ടിരുന്നെങ്കിൽ അങ്ങനെ ഒരാൾ എല്ലാ വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുമോ? സുബ്ഹാനല്ലാഹ്, ഇത് എന്താ പറയുക, ഹൈറിന് വേണ്ടിയുള്ള ഈ മത്സരം ഇതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഉന്നതമായ പദവി എത്തിപ്പിടിക്കാനുള്ള ഉലൂഉൽ ഹിമ്മത്ത് എന്ന് പറയുന്നത്, ചെറുതിൽ തൃപ്തിപ്പെടാതിരിക്കുക എന്നുള്ളത്. അതിൻ്റെ പരിപൂർണത തന്നെ ലഭിക്കണം. അള്ളാഹു കൽപ്പിച്ചതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തണം. അതിനുവേണ്ടിയുള്ള മത്സരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, നഅം, ഈ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുന്ന ആളുകളുണ്ട്. അർജു അൻ തകൂന മിൻഹും. താങ്കൾ അക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചില റിവായത്തുകളിൽ കാണാം വ അൻത ഹുവ യാ അബൂബക്കർ. താങ്കൾ അങ്ങനെ വിളിക്കപ്പെടുന്നവരിൽ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി കാണാം. മാത്രമല്ല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ദിനുനിയിൽ പറഞ്ഞേക്കാണ്, സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ, നബിമാർ കഴിഞ്ഞാൽ ആദ്യം പ്രവേശിക്കുന്നത് അബൂബക്കർ ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് ആദ്യം വന്ന ആളാണ്, എല്ലാ ഖൈറുകളിലും മുന്നിലുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് അദ്ദേഹമായിരിക്കും എന്ന് ഇബ്നുൽ ഖയ്യിം അദ്ദേഹം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നബിമാർ കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അദ്ദേഹം ഖൈറുകളിൽ പരിശ്രമിച്ചതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികളിൽ അബൂബക്കറിൻ്റെ വീട്ടിൽ മുസ്ലിങ്ങളുടെ പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇരിക്കാറുണ്ട്. രാത്രിയിൽ അബൂബക്കറിൻ്റെ വീട്ടിലാണ് ഇരിക്കാറുള്ളത്. അപ്പോൾ രാത്രി വൈകിയിട്ടും ചിലപ്പോൾ ഈ സംസാരം നീണ്ടുപോകും. ഒരു ദിവസം അങ്ങനെ സംസാരം കഴിഞ്ഞ് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങി. രാത്രിയിലാണ്. അവർ മസ്ജിദിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു ഖുർആൻ പാരായണം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ശ്രദ്ധിച്ച് കേൾക്കാനുണ്ട്. അപ്പോൾ അത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, മൻ സറഹു അൻ യഖ്റഅ അൽ ഖുർആന റത്ബൻ കമാ ഉൻസിൽ. ഖുർആൻ ആർക്കെങ്കിലും അള്ളാഹു അവതരിപ്പിച്ച ആ നനവോടുകൂടി പാരായണം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയഖ്റഅഹു അലാ ഖിറാഅത്തി ഇബ്നു ഉമ്മി അബ്ദ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിൻ്റെ ഖിറാഅത്ത് എങ്ങനെയാണോ അതുപോലെ ഓതിയാൽ മതി. അള്ളാഹു എങ്ങനെ ഇറക്കിയ അതുപോലെ ഓതണമെങ്കിൽ, ആ നനവ് വറ്റാതെ ഓതണമെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിൻ്റെ ഓത്ത് കേട്ടാൽ മതി. അങ്ങനെ അദ്ദേഹം ദുആ ചെയ്യാൻ തുടങ്ങി നിസ്കാരത്തിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ തുഅത സൽ തുഅത. ഇബ്നു മസ്ഊദ് ദുആ ചെയ്യുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു പറഞ്ഞു, ചോദിച്ചോ, അള്ളാഹു നൽകുന്നതാണ്, അള്ളാഹു നൽകുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലാ അഗ്ദുവന്ന ഇലൈഹി ഫല ഉബശ്ശിറന്ന. ഞാൻ ഇത് കണ്ടപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചു, രാവിലെ പോയി ഇബ്നു മസ്ഊദിനോട് ഈ സന്തോഷ വാർത്ത അറിയിക്കണം. കാരണം മുസ്ലിമിന് സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളത് പുണ്യകരമായ പ്രവൃത്തിയാണ്. നമ്മൾ പലരും തിരിച്ചാണ് ആൾക്കാർ പലപ്പോഴും പ്രയാസകരമായ വാർത്ത അറിയിക്കാൻ ആൾക്കാർ ധൈര്യം തിരക്കൂട്ടും. സന്തോഷം അറിയിക്കുന്നത്, മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളത് പുണ്യകരമായ കാര്യമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, രാവിലെ പോയി
അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനോട് ഞാനിത് അറിയിക്കുന്നതാണ്. فغدوت إليه لأبشره فوجدت أبا بكر قد سبقني إليه فبشره. ഞാൻ രാവിലെ ഇബ്നു മസ്ഊദിൻ്റെ അടുത്തെത്തിയപ്പോഴുണ്ട് അബൂബക്കർ സിദ്ദീഖ് എൻ്റെ മുൻപ് ചെന്നെത്തിയിട്ടുണ്ട്. ഇബ്നു മസ്ഊദിനോട് വിവരം അറിയിക്കാൻ വേണ്ടി എൻ്റെ മുൻപ് തന്നെ അദ്ദേഹം ഇത് അവിടെ എത്തിച്ചിട്ടുണ്ട്. വല്ലാഹി മാ സാബഖ്തുഹു ഇലാ ഖൈരിൻ ഖത്തു ഇല്ലാ സബഖനി ഇലൈഹി. ഏതൊരു കാര്യത്തിൽ അബൂബക്കറിനോട് ഞാൻ മത്സരിച്ചിട്ടുണ്ടോ അതിലൊക്കെ അദ്ദേഹം എന്നെ പരാജയപ്പെടുത്താതിരുന്നിട്ടില്ല. ഈ ഹദീസ് ഇതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി തരുന്നതാണ്. ഒരു ഖൈർ അറിയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ധൃതി അതിലുണ്ട്. ഇതേ കാര്യം നിങ്ങൾക്ക് മറ്റേ 3 ആളുകൾ തൗബ ചെയ്ത തബൂക്ക് യുദ്ധത്തിലെ സംഭവത്തിൽ കാണാം. അബൂബക്കറാണ് സന്തോഷ വാർത്ത അറിയിച്ചത്. റളിയല്ലാഹു അൻഹു. ഒരു മുസ്ലിമിന് സന്തോഷ വാർത്ത അറിയിക്കുക, അതിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണിത്. അതിൽ അദ്ദേഹം നടത്തിയ മത്സരം ഉമർ റളിയല്ലാഹു അൻഹു പറയാം. അതിനുശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തോട് എന്തൊരു കാര്യത്തിലെ മാത്രമല്ല, ഇബ്നു മസ്ഊദിൻ്റെ ഹദീസ് നോക്കിയാൽ ഈ സംഭവം ഇബ്നു മസ്ഊദ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞേക്കാണ്, എന്നോട് അബൂബക്കറും ഉമറും പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. ഹദീസിൽ കാണാം. ഇവർ രണ്ടുപേരും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറെ റിവായത്തിൽ വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനോട് ഈ സംഭവം രണ്ടുപേരും പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വഹാബികൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഐക്യവും ഇണക്കവും ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബക്കർ ഇബ്നു അബ്ദുല്ല അൽ മുസാനി, അദ്ദേഹം പിൽക്കാലത്തുള്ള പണ്ഡിതന്മാരിൽപ്പെട്ടാണ്. അദ്ദേഹം പറഞ്ഞു, മാ ഫാഖ അബൂബക്കറിൻ അസ്ഹാബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസൗമിൻ വലാ സലാഹ്. അബൂബക്കർ സഹാബിമാരിൽ മറ്റുള്ളവരെ എല്ലാം മറികടന്നത് നിസ്കാരമോ നോമ്പോ കൊണ്ടോ അല്ല. എന്നാൽ അതിൽ അദ്ദേഹം മുന്നിലായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ അത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന് വേറിട്ട് നിർത്തിയ ഘടകം. വലാകിൻ ബിശൈഇൻ കാന ഫീ ഖൽബിഹി. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തെ മുന്നിലെത്തിച്ചത്. അൽ ഹുബ്ബു ലില്ലാഹ് അസ്സ വജൽ വൻ നസീഹതു ഫീ ഖൽഖിഹി. രണ്ട് വളരെ മഹത്തരമായ സ്വഭാവമാണ്. ഒന്ന് അൽ ഹുബ്ബു ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള സ്നേഹം, റബ്ബിനോടുള്ള ഇഷ്ടം, അത് അദ്ദേഹത്തിൻ്റെ ഖൽബിലെ നിറഞ്ഞിരുന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹം അദ്ദേഹത്തിന് ശക്തമായിരുന്നു. 2 വൻ നസീഹതു ഫീ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ പടപ്പുകളോടുള്ള ഗുണകാംക്ഷ, അവർക്ക് ഖൈറെത്തണമെന്ന ആഗ്രഹം. ഇത് 2 സഹോദരങ്ങളെ ഒരാൾക്ക് മുൻപന്തിയിലെത്താൻ ആഗ്രഹമുണ്ടോ അവൻ ശ്രദ്ധിക്കേണ്ട 2 സ്വഭാവമാണ്. ഒന്ന് അള്ളാഹിനോട് മഹബ്ബത്ത് ഉണ്ടാവുക, റബ്ബിനെ സ്നേഹിക്കുക. അത് വെറുതെ പറയുന്നതാവരുത്. നോക്കൂ, ഇവിടെ അദ്ദേഹം സ്നേഹം പറഞ്ഞിരിക്കരുത്. അദ്ദേഹത്തിൻ്റെ അമലുകൾ എന്താ പറയുക, പർവ്വത സമാനമായ അമലുകളാണ്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എളുപ്പമായത്? കാരണം അള്ളാഹുവിനോടുള്ള സ്നേഹം അമലുകളെ എളുപ്പമുള്ളതാക്കും, ഖൈർ ചെയ്യുന്നത് എളുപ്പമുള്ളതാക്കും. 2 നസീഹതു ഫീ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് ഖൈർ എത്തണമെന്ന ആഗ്രഹം. അവരോട് ഷർറ് ആഗ്രഹിക്കാതിരിക്കുക, അവരോട് ഉപദ്രവിക്കാൻ മനസ്സിൽ കൊണ്ടടക്കുന്ന ഒരു ഹഖ്ദുള്ള വിദ്വേഷം വെച്ച് ജീവിക്കുന്ന ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടി നടക്കുന്ന ഒരുത്തനാവാതിരിക്കുക. അവർക്ക് ഖൈർ എത്താൻ ആഗ്രഹിക്കുക, അവർക്ക് നന്മയിലേക്ക് അവരെ എത്തിക്കാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരിക്കുക. ഇത് 2 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വേറിട്ട് നിർത്തിയ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ്. മറ്റൊന്ന്, അദ്ദേഹം ജനങ്ങളോട് ചോദിക്കുന്നതിൽ നിന്ന് അകലം പാലിച്ചിരുന്നു എന്നതാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബി മുലൈക അദ്ദേഹം പറയുന്നു, ഇത് അബൂബക്കറിൻ്റെ സിദ്ദീഖിൻ്റെ കാര്യത്തിലാണ് വന്നത്. സഹാബികൾ വേറെ ചില ആൾക്കാർ ചരിത്രം വായിച്ചത് അബൂബക്കറിൻ്റെ കാര്യത്തിൽ ഇത് വന്നിട്ടുണ്ട് എന്നാണ്. കാന റുബ്ബമാ സഖത ഖിതാമു മിൻ യദി അബീ ബക്കർ. അബൂബക്കറിൻ്റെ സിദ്ദീഖിൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ചാട്ടയോ മറ്റോ കയ്യിൽ നിന്ന് താഴേക്ക് വീഴാറുണ്ടായിരുന്നു. ഫയദ്രിബു ബിദിറാഇ നാഖതിഹി ഫയുനീഖുഹാ ഫയഅഖുദു. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള വടികൊണ്ടോ മറ്റോ അത് നീക്കി എടുക്കുകയും അത് സ്വയം തന്നെ എടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു, അഫലാമർത്ഥന നുനാവിൽക്കഹു, നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എടുത്തിരുന്നില്ല, എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഇന്ന ഹിബ്ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറനി അല്ലാ അസ്അല അന്നാസ ഷൈഅൻ. അള്ളാഹു, എൻ്റെ പ്രിയങ്കരനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ജനങ്ങളോട് ഒരു കാര്യം ചോദിക്കരുത് എന്ന്. അത് അദ്ദേഹം അമലാക്കിയ രൂപം. അദ്ദേഹം ഖലീഫയായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഈ പറഞ്ഞ കൽപ്പന പ്രാവർത്തികമാക്കിയ രൂപമാണ്.
ഇത് ഞാൻ പറഞ്ഞ പോലെ ഹിജ്റ വരെയുള്ള സംഭവമാണ് ഞാൻ വിവരിച്ചത്. കാരണം ഇതിന് ശേഷമുള്ള സംഭവം കുറേ ഉണ്ട്. യുദ്ധങ്ങളിൽ, ബദറിൽ, ഉഹദിൽ, അതുപോലെ തന്നെ മറ്റു പല യുദ്ധ സന്ദർഭങ്ങളിൽ, ഹജ്ജിൻ്റെ വേളയിൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന ദിവസങ്ങളിൽ, ഖിലാഫത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ, അതിൻ്റെ തർക്കമുണ്ടായ സന്ദർഭങ്ങളിൽ, ഖിലാഫത്തിൻ്റെ ദിവസങ്ങളിൽ, ഉമറുമായിട്ടുള്ള കാര്യങ്ങളിൽ, വഫാത്തിന് തൊട്ടു മുൻപുള്ള സമയങ്ങളിൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരിത്രം ഇനിയും ധാരാളം വിവരിക്കാനുണ്ട്. ഇത് സംഭവങ്ങൾ അതിന് മാത്രമുണ്ട്. പക്ഷേ അത് പൂർണ്ണമായൊരു സദസ്സിൽ വിവരിക്കുക എന്നുള്ളത് സാധിക്കുന്നതല്ല. ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സഹോദരങ്ങളെ, ഈ ചരിത്രമൊക്കെ കേൾക്കുന്നത് വെറുതെ ഒരു ചരിത്രം കേൾക്കാനില്ല. ഇവരൊക്കെ മത്സരിച്ചെത്തിയ സ്വർഗത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ പണി എടുത്തതുകൊണ്ട് അവിടേക്ക് എത്താൻ കഴിയുമോ എന്ന് നമ്മൾ ശരിക്കും പരിശോധിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രയുണ്ട്, നമ്മുടെ ദീനിനോടുള്ള ബന്ധം എവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുക. അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹു അവതരിപ്പിച്ച് നൽകിയിരിക്കുന്നത് നമുക്ക് അമൽ ചെയ്യാൻ, നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ്. സഹാബിമാർ ആവേശത്തോടുകൂടി പ്രവർത്തിച്ച ദീനാണിത്. നമ്മളിതിൻ്റെ കാര്യത്തിൽ പുറകിലേക്ക് പോകരുത്. ദീന് പ്രവർത്തികമാക്കുന്നത് ഇവരൊക്കെ ചരിത്രം നമ്മൾ വായിക്കും, ചരിത്രം കേൾക്കാനല്ല, വെറുതെ ചരിത്രം കേൾക്കാനല്ല, പിന്നെ അമൽ ചെയ്യാനത്. നമുക്കിതിന് സ്വാധീനം ഉണ്ടാക്കണം. നമ്മളിതുപോലെ ഇവരോളം എത്തില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഒരു മത്സരം പോലും ഇല്ലാതെ യാത്ര അവസാനിപ്പിക്കരുത്. മരിക്കുന്നതിന് മുൻപ് ഒരു മത്സരം പോലും കാഴ്ചവെക്കാതെ. ശരിയാണ്, ചുറ്റുപാട് പ്രശ്നങ്ങളിലാണ്. ഇതിനേക്കാൾ വലിയ ചുറ്റുപാടിൽ അവർ ജീവിച്ചിരുന്നു. മസ്ജിദുകളില്ലായിരുന്നു, പലതില്ലായിരുന്നു. പക്ഷെ ആ കാലത്ത് അവർ ജീവിച്ചു, അവർ ഇത്രയും ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനേക്കാൾ ചെയ്യാൻ അവസരമുണ്ട്, പക്ഷേ ചെയ്യുന്നില്ല. നമ്മുടെ അമലുകൾ പരിശോധിക്കാൻ, നമ്മൾ താഴെയുള്ള ആൾക്കാരായിട്ടല്ല നമ്മളെ ദീന് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. നമ്മളെ മുകളിലുള്ള ആൾക്കാരായിട്ട്. അവർക്കിതെല്ലാം ഉണ്ടായിട്ട് അവർ പേടിച്ചിട്ടായിരുന്നു ജീവിച്ചത്. നമുക്ക് ഈ പറഞ്ഞതൊന്നും ഇല്ലയെന്ന് മാത്രമല്ല, അവർ പലരും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത തിന്മകളിൽ വീണ് കിടക്കുന്ന ആൾക്കാരാണ്. അവരിൽ പലരുടെയും മനസ്സിൽ ഒരിക്കൽ പോലും ഒരു ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത തിന്മകളിൽ വീണ് കിടക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നിട്ട് നമ്മളിൽ പലരും നിർഭയരാണ്. അത് അപകടകരമായ സ്ഥിതിയാണ്. ആവരുത്. ശരിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ശരിയാക്കുക, ഹൈറിലേക്ക് എത്താനുള്ള കാര്യം ശരി. ഈ ആളുകളെയാണ് സ്വർഗത്തിൽ കാണേണ്ടത്. അവർ പോയിടത്തേക്കാണ് പോകേണ്ടത് എങ്കിൽ അവർ ചെയ്ത ഇതിന് സമാനമായ അമലുകൾ ചെയ്യാൻ ശ്രമമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പഠിക്കാനും അമൽ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اصلح لنا ديننا الذي هو عصمة أمرنا، واصلح لنا دنيانا التي فيها معاشنا، واصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم ربنا تقبل منا إنك أنت السميع العليم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه.